എൻ്റെ പേര് സിനി. ഞാൻ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ സ്വദേശിനിയാണ്. കഴിഞ്ഞ HST സോഷ്യൽ സയൻസ് പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ 4ാം റാങ്ക് നേടാനായിട്ട് എനിക്ക് സാധിച്ചു. നിലവിൽ ഞാൻ കൊല്ലം ജില്ലയിൽ HST സോഷ്യൽ സയൻസ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ BEd കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ടും കൂടെ PSC പഠിക്കണമെന്നുള്ളൊരാഗ്രഹം വന്നത്, ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലോട്ട് തിരിഞ്ഞത് എന്ന് വെച്ചാൽ ടീച്ചർ പോസ്റ്റിലോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം. പ്രൈവറ്റ് മേഖലയിൽ നിന്നുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ജോലി നിർത്തിയിട്ട്, പ്രൈവറ്റ് ജോലി മാറ്റി നിർത്തിയിട്ട് PSC പഠനത്തിന് വേണ്ടി ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേരണമെന്നുള്ള തീരുമാനത്തിലോട്ട് വന്നത്. LDയുടെ എക്സാം 2 ആക്കിയ സമയത്തേക്ക്, പ്രിലിംസും മെയിൻസും ആക്കിയ സമയത്താണ് ഞാൻ ആ കോച്ചിങ്ങിനൊരു സെൻറ്ററിൽ ചേർന്നത്. അവിടെ പ്രിലിംസിലെത്തും, പക്ഷേ മെയിൻസിലോട്ട് എത്താനായിട്ട് എനിക്ക് പറ്റിയില്ല. ആ സമയത്താണ് HSTയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്നേരം ഞാൻ നല്ല ഒരു സെൻറ്റർ തിരക്കി നടക്കുകയായിരുന്നു. എവിടെ ജോയിൻ ചെയ്യണമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ HST എനിക്ക് നേടിയെടുക്കണമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം അടുത്ത ഒരു HST കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു LP UP ആണ്. അതിലും ഈ പറഞ്ഞ പോലെ മാത്സും ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. അതെല്ലാം എന്നെക്കൊണ്ട് നേടിയെടുക്കാനുള്ളതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. അന്നേരം ഞാൻ HST സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു കോച്ചിങ് സെൻറ്റർ തിരക്കുന്നത്. അന്നേരം നാസിം സാറിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ് ഉണ്ടായത്. അതിലൂടെയാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത്. സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ലൊരു മോട്ടിവേഷൻ സാറ് നമുക്ക് തരുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് എല്ലാ ദിവസവും സാറ് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു മോട്ടിവേഷൻ സാറ് തരും. സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഒന്നും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിക്ക് സാറ് നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. അതുപോലെ ഏത് സംശയം എപ്പോഴും സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും സാറ് അത് അപ്പോഴും തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഓരോ ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ, ഓരോ വിഭാഗമായാലും കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സൈക്കോളജി, അതെല്ലാം നല്ല രീതിക്ക് നല്ല ഡീപ്പായിട്ടുള്ള നോട്ട്സും അതെല്ലാമാണ് സാറ് തരുന്നത്. സാറിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോട്ട്സൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അന്നന്ന് ഓരോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് സാറ് നോട്ട് തരാറുണ്ട്. ആ നോട്ടെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുമുണ്ട്. സാറിൻ്റെ ഒരു ഇൻ്ററാക്റ്റീവ് സെക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഒരാഴ്ച പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ആ വീക്കിലെ അവസാനത്തെ ദിവസം അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും ഇൻ്ററാക്റ്റീവ് സെക്ഷനായിട്ട്. അത് ഒരാഴ്ച പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 2 ചാപ്റ്റർ വീതവും സാറ് എന്നിട്ട് സാറ് തന്നെയാണ് ആ ഇൻ്ററാക്റ്റീവ് സെക്ഷൻ ചെയ്യുന്നത്. അത് നല്ല രീതിക്ക് അത് മുന്നോട്ട് അന്നുള്ള കാര്യങ്ങൾ സാറ് പറയുന്നത് അതുപോലെ ചെയ്തു പോയത് കൊണ്ടാണ് ഇന്ന് എനിക്കിവിടെ ഈ ജോലിയിലേക്ക് കയറാനായിട്ട് സാധിച്ചത്. ക്ലാസ്സിൽ സാറിൻ്റെ ഈ ക്ലാസ് നമുക്ക് സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി നമുക്ക് കൂടുതലൊരു മെൻ്റൽ മോട്ടിവേഷനായിട്ട് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാലും കൂടുതൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഏത് പറഞ്ഞാലും ആ സമയത്ത് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ അതിനനുസരിച്ചുള്ളൊരു മോട്ടിവേഷൻ സാറ് തരുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും സാർ അതിലൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കായാലും ഞാൻ ഏതൊരു കാര്യം ഏത് ബുദ്ധിമുട്ടിലും സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രീതിക്ക് സാർ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. എൻ്റെ പഠന രീതികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാർ അന്നൊന്ന് തരുന്ന കാര്യങ്ങൾ ഞാൻ ഡെയിലി അങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒരു നോട്ടിൽ എഴുതി അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ അന്നന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ SCERTയുടെ ടെക്സ്റ്റുകൾ അത് ഫുള്ള് സോഷ്യൽ സയൻസിൻ്റെ 8, 9, 10 ഉള്ള ഫുൾ ടെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പഠന സമയം എന്ന് പറയുന്നത് ഞാൻ രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെയൊന്നും ഞാൻ എണീറ്റ് പഠിക്കാറില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ പഠിച്ചാൽ നല്ല രീതിക്ക് മനസ്സിൽ നിൽക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെ രാവിലെ എണീക്കാറില്ല. ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം, വീട്ടിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു 10 മണിക്കുള്ളിൽ ഞാൻ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ട് എനിക്ക് 3:30 മണി മുതൽ ട്യൂഷൻ ക്ലാസ് ഉണ്ട് എടുക്കുന്നത്. 3:30 മുതൽ 8 മണി വരെ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ഈ 10 മണി തൊട്ട് ഏകദേശം ഒരു 2 മണി വരെ
മിക്ക ദിവസങ്ങളിലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഈ നോട്ട്സ് ആയാലും അതുപോലെ SCRT പഠിക്കുന്നതിന് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. സൈക്കോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് എയിൽ സൈക്കോളജി ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ സാറ് കംപ്ലീറ്റ് ആയിട്ട് സൈക്കോളജി സാറ് നല്ല രീതിക്കാണ് ക്ലാസ് തന്നിരുന്നത്. അതിൻ്റെ നോട്ട്സ് എല്ലാം സാറിൻ്റെ നോട്ട്സ് തന്നെയാണ് ഞാൻ പഠിച്ചത്. കംപ്ലീറ്റ് ആയിട്ട് ആ നോട്ട്സ് ഫുള്ള് പഠിക്കുകയാണെങ്കിൽ എന്തായാലും റാങ്കിലെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ഗവൺമെൻറ് ജോലിയുടെ വിലയെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത അത്രയും എനിക്കത് അനുഭവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. കാരണം പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന അനുഭവമല്ല എനിക്കിപ്പോൾ കിട്ടുന്നത്. കാരണം ബന്ധുക്കളിൽ നിന്നായാലും നാട്ടുകാരിൽ നിന്നായാലും എല്ലാം ആ ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന HST പരീക്ഷ എന്ന് പറയുന്നത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നൊരു സ്വപ്നം കാണുന്ന എല്ലാവർക്കും അതൊരു പ്രയോജനമാണ്. ഈ അധ്യാപന മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.